Yes. New lesson 7. Lesson 7. Our festivals. A festival is a time for fun, fairs, singing, dancing, and wearing new colorful clothes. Many festivals are celebrated in India. Festivals can be national or religious. Birthdays of some great people are also celebrated as festivals. Some festivals are celebrated all over the country. Others are celebrated in certain states only. എന്തായിരുന്നു റിലു? റിലു ആബി എന്താ മോളെ? ഓ കഴിഞ്ഞ lessonle fun to do look at the picture of the dress worn by people from different states. അത് ഹോംവർക്ക് അത് നിങ്ങൾ തനിയെ ചെയ്യണേ. അത് മക്കളെ തനിയെ ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മക്കൾ ചെയ്യാൻ. ഇപ്പൊ നമുക്ക് അതൊക്കെ എടുക്കാൻ നിന്നാൽ നമ്മുടെ ലെസൺ തീരൂലല്ലോ. അത് കുട്ടികൾ തനിയെ വീട്ടിൽ നിന്ന് ചെയ്യാം, അമ്മയോടും അച്ഛനോടൊക്കെ ചോദിച്ചൊക്കെ ചെയ്യാം. ഓക്കെ, then listen. A festival is a time for fun, fairs, singing, dancing, and wearing new colorful clothes. Many festivals are celebrated in India. നമുക്കറിയാം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ we know how to celebrate a festival. എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുക ഫെസ്റ്റിവൽ നമുക്കറിയാം അല്ലേ? ചില ഫെസ്റ്റിവൽസ് നമ്മൾ എന്ത് ചെയ്യും? ന്യൂ ഡ്രസ് എടുക്കും. ചില ഫെസ്റ്റിവൽസിനോ നമ്മള് എന്ത് ചെയ്യും? ഫുഡ് അല്ലെ, ഡിഫറെന്റ് ഫുഡ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നല്ല ഡിലീഷ്യസ് ഫുഡ് ഉണ്ടാക്കും. പിന്നെയോ ഡാൻസിങ്. ചില ഫെസ്റ്റിവലിന് എങ്ങനെയാണ്? ഡാൻസിങ് ഉണ്ടാവും. ചിലതിന് നമ്മൾ എന്ത് ചെയ്യും? പാട്ടായിരിക്കും അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുക. മെനി ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് ഫെസ്റ്റിവൽസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഫെസ്റ്റിവൽസ് ക്യാൻ നാഷണൽ ഓർ റിലീജിയസ്. ഫെസ്റ്റിവൽസ് എന്താകാം? നാഷണൽ ഫെസ്റ്റിവൽസ് ഉണ്ട്, അതുപോലെ തന്നെ റിലീജിയസ് ഫെസ്റ്റിവൽസ് ഉണ്ട്. ബർത്ത്ഡേസ് ഓഫ് സം ഗ്രേറ്റ് പീപ്പിൾ ആർ ഓൾസോ സെലിബ്രേറ്റഡ് ആസ് ഫെസ്റ്റിവൽസ്. നമുക്കറിയാം നാഷണൽ ഫെസ്റ്റിവൽസ് കൂടാതെ കുറെ ആൾക്കാരുടെ അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തികളുടെ ബർത്ത്ഡേസ് നമ്മൾ എന്തായി സെലിബ്രേറ്റ് ചെയ്യും? എന്ത് ചെയ്യും? ഫെസ്റ്റിവലായി സെലിബ്രേറ്റ് ചെയ്യും. അതേഴ്സ് ആർ സെലിബ്രേറ്റഡ് ഇൻ സർട്ടൻ സ്റ്റേറ്റ്സ് ഓൺലി. ചില സ്റ്റേറ്റിൽ മാത്രം ആഘോഷിക്കുന്ന ഫെസ്റ്റിവലും ഉണ്ട്. നിങ്ങൾക്കറിയില്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ്. ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഫെസ്റ്റിവൽസും ഉണ്ട്, അതുപോലെ പിന്നെയോ റിലീജിയസ് ഫെസ്റ്റിവൽസും ഉണ്ട്. എന്താ നാഷണൽ ഫെസ്റ്റിവൽസ്, എന്താ റിലീജിയസ് ഫെസ്റ്റിവൽസ്? അതിനു മുമ്പ് ടോഷിൻ, ആരോൺ, സന, എഡ്വിൻ, ജൂലിയറ്റ് ആൻഡ് സിദ്ധാന്ത്, പ്ലീസ് സ്വിച്ച് ഓൺ യുവർ ക്യാമറ. യെസ്, സന, എഡ്വിൻ, ജൂലിയറ്റ് ആൻഡ് സിദ്ധാന്ത്. ഓക്കെ, സന, എഡ്വിൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട്. എത്ര തരത്തിലുണ്ട്? 2 types of festivals. Which are the 2 types of festivals? National festivals and religious festivals. ഏതൊക്കെയാ? നാഷണൽ ഫെസ്റ്റിവൽസ് ആൻഡ് റിലീജിയസ് ഫെസ്റ്റിവൽസ്. എന്തൊക്കെയാ നാഷണൽ ഫെസ്റ്റിവൽസ്, ഏതാ റിലീജിയസ് ഫെസ്റ്റിവൽ? നാഷണൽ ഫെസ്റ്റിവൽ പറഞ്ഞേ. നമുക്കറിയാം ഇൻഡിപെൻഡൻസ് ഡേ എല്ലാ ഓഗസ്റ്റ് 15 നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിപെൻഡൻസ് ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യും. അത് കേരളത്തിൽ മാത്രമേ ഉള്ളോ? അല്ല മുസ്ലിംസ് മാത്രമേ ആഘോഷിക്കോ? അല്ല ഹിന്ദുസ് മാത്രമാണോ? അല്ല അല്ലെ. ഇൻഡിപെൻഡൻസ് ഡേ നമ്മുടെ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കും. അപ്പൊ അതുകൊണ്ട് അതെന്താണ്? നാഷണൽ ഫെസ്റ്റിവൽ ആണ് അല്ലെ. ഇനി നമ്മുടെ ക്രിസ്മസ് വന്നാൽ എന്ത് ചെയ്യും? ഇന്ത്യ മുഴുവൻ ആഘോഷിക്കോ? അത് ആരാഘോഷിക്കുക കൂടുതൽ? ക്രിസ്ത്യൻ ആണ് കൂടുതലായിട്ട് ഏതാഘോഷിക്കുക? ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പൊ ചില ഫെസ്റ്റിവൽ നമ്മൾ നമ്മുടെ നാഷൻ മുഴുവൻ ആഘോഷിക്കും. ചില ഫെസ്റ്റിവൽസ് ചില റിലീജിയനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. നമുക്കറിയാം ഓണം ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ ആണോ? നെവർ അല്ല അല്ലെ. ഓണം എന്താണ്? കേരളത്തിലെ മൊത്തം ജനങ്ങളും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഏത്? ഓണം. നേരെ മറിച്ച് എന്താ? ഈദുൽ ഫിത്തർ belongs to Muslim. Then Christmas is a festival belongs to Christian. Then Vishu is another festival belongs to Hindu അല്ലേ. അപ്പം ഇതൊക്കെയാണ് റിലീജിയസ് ഫെസ്റ്റിവൽ. റിലീജിയസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാല് ഓരോ മതക്കാരും ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ.
ഇനി നാഷണൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാല് ഒരു നേഷനിലെ മുഴുവൻ ആൾക്കാരും ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി, ദീസ് ആർ ദ നാഷണൽ ഫെസ്റ്റിവൽസ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാഷണൽ ഫെസ്റ്റിവൽസ് ആൻഡ് റിലീജിയസ് ഫെസ്റ്റിവൽ? മനസ്സിലായോ? യെസ്. ഇപ്പൊ നാഷണൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാല് ഒരു നേഷൻ മുഴുവൻ ആഘോഷിക്കും. റിലീജിയസ് എന്ന് പറഞ്ഞാൽ ഓരോ മതക്കാര് ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ. ലിസൺ, national festivals. Next one, national festivals. National festivals are celebrated in all the states. Republic Day, Independence Day and Gandhi Jayanti are national festivals. In national festivals ഏതൊക്കെയാ? റിപ്പബ്ലിക് ഡേ. നമുക്ക് എപ്പോഴാണ് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുക? എപ്പോഴാ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുക സിദ്ധാന്തേ? ഏത് ദിവസാ റിപ്പബ്ലിക് ഡേ? സിദ്ധാന്തേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ജനുവരി 26. ജനുവരി 26-നാണ് റിപ്പബ്ലിക് ഡേ. അതെല്ലാം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ജനുവരി 26-ന് എന്തായി ആഘോഷിക്കും? റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കും. അത് ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നുള്ള മതമൊന്നുമില്ല. അവിടെ എന്താണ്? ഒരു റിലീജിയനെ ബേസ് ചെയ്തിട്ടല്ല, നമ്മുടെ നാഷനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെ? യെസ്. ഇനി നമുക്കറിയാം ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് ഡേ എപ്പോഴാ ബെനീച്ച? എപ്പോഴാ ഇൻഡിപെൻഡൻസ് ഡേ? August. August. Very good. August. Then next one, Gandhi Jayanti is the another national festival. എപ്പോഴാണ് റിലു ഗാന്ധി ജയന്തി ആഘോഷിക്കുക? റിലു ആബിദ്, റിലു unmute and tell me. റിലു ആബിദ്. October 2. ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി, അല്ലെ? അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒക്ടോബർ 2-ന് എന്താ വിശേഷം? നമ്മൾ ഓൾറെഡി പറഞ്ഞു ചില ആൾക്കാരുടെ ബർത്ത്ഡേസ് നമ്മള് എന്തായി ആഘോഷിക്കും? ഫെസ്റ്റിവൽ ആയി ആഘോഷിക്കാറുണ്ട്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തി, അത് ശ്രീകൃഷ്ണന്റെ പിറന്നാളാണെന്ന് പറഞ്ഞു. ഗാന്ധി ജയന്തി, അല്ലെ? ഓരോ ജയന്തികൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇനി നാഷണൽ ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ പറഞ്ഞേ? ഗാന്ധി ജയന്തി, ഇൻഡിപെൻഡൻസ് ഡേ ആൻഡ് റിപ്പബ്ലിക് ഡേ. ദീസ് ആർ ദ national festivals. Religious festivals are Christmas, Muharram, Vishu, വേറെന്താ? ഇതൊക്കെയാണ് റിലീജിയസ് ഫെസ്റ്റിവൽസ്. ഓക്കെ, യെസ്. The Independence Day is celebrated on 15th August. India won independence on this day in 1947. The main function is held at the Red Fort in New Delhi. The national flag is hoisted by the Prime Minister. She or he gives a speech to the nation. അതായത് നമുക്കറിയാം we will celebrate Independence Day in every 15th August. അല്ലെ? എല്ലാ വർഷത്തിലെയും ഓഗസ്റ്റ് 15 നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഇൻഡിപെൻഡൻസ് ഡേന്റെ ഒരു ഇതെന്താ? എന്തിനാ ഇൻഡിപെൻഡൻസ് ഡേ? അല്ലെ എന്തിന്റെ സൂചകമായിട്ട് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുക? ഇന്ത്യ വൺ ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് എന്ത് കിട്ടി? ഇന്ത്യ ഗോട്ട് ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ്. ഇന്ത്യക്ക് ജൂലിയറ്റെ മുടിയൊക്കെ നല്ലതന്നെ, മുടി ശരിക്കും ആക്കിയേ മതി. Then ഇന്ത്യക്ക് in 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ ഗോട്ട് ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ്, അല്ലെ? ഇന്ത്യക്ക് ഫോറിനേഴ്സിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15-നാണ്. അതുകൊണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് 15 നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. The main function is held at the Red Fort. അതായത് ഇൻഡിപെൻഡൻസ് ഡേയുടെ മെയിൻ ഫംഗ്ഷൻ നടക്കുന്നത് എവിടെയാ? ഇൻഡിപെൻഡൻസ് ഡേയുടെ മെയിൻ ഫംഗ്ഷൻ നടക്കുന്നത് എവിടെയാ? റെഡ് ഫോർട്ടിലാണ്. റെഡ് ഫോർട്ട്, ചെങ്കോട്ട കേട്ടിട്ടില്ലേ? റെഡ് ഫോർട്ടില് എവിടെ? ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ വെച്ചാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടി നടക്കുക. അന്ന് എന്താ ചെയ്യാന്നറിയോ? The national flag is hoisted by the Prime Minister. അതായത് പ്രൈം മിനിസ്റ്റർ നാഷണൽ ഫ്ലാഗ് ഉയർത്തും, അല്ലെ? സ്കൂളുകളിലൊക്കെ ഉണ്ടാവാറില്ലേ? അപ്പൊ റെഡ് ഫോർട്ടില്, ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടില് നമ്മുടെ പ്രധാനമന്ത്രി ഫ്ലാഗ് ഉയർത്തും. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യാന്നറിയോ? ഹി ഓർ ഷീ, അതായത് പ്രധാനമന്ത്രി ആണാണോ പെണ്ണാണോ എന്നുള്ളത് കൊണ്ടാണ് ഷീ, അല്ലെ? ഹി അല്ലെങ്കിൽ ഷീ ചേർത്തത്. ഹി ഓർ ഷീ gives a speech to the nation. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യും? നാഷന് വേണ്ടി പ്രസംഗിക്കും, അല്ലെ? ഒരു സ്പീച്ച് നൽകും. സ്പീച്ച് ചെയ്യാറില്ലേ? പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടില്ലേ കഴിഞ്ഞ ഓഗസ്റ്റ് 15-നൊക്കെ? അപ്പൊ അതാണ് ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടിലെ പ്രധാനമന്ത്രി ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യും, ഫ്ലാഗ് ഉയർത്തും, എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, ജനങ്ങളോട് സ്പീച്ച് ചെയ്യും. ഓക്കെ,
അപ്പൊ എന്താ നാഷണൽ ഫെസ്റ്റിവൽസ്, റിലീജിയസ് ഫെസ്റ്റിവൽസ് നമുക്ക് മനസ്സിലായി. ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷനും മനസ്സിലായി ഇല്ലേ? ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത് in 1947 August 15 India got freedom from British. Every August 15 we celebrated as Independence Day. Then during the time of Independence Day, the Prime Minister hoisted the flag in Red Fort and he gives a speech to the nation. Nation vendi അദ്ദേഹം speech ചെയ്യും. Next one, Republic Day. Listen. The Republic Day is celebrated on 26 January. India became a republic on this day in 1950. Find out from your teacher what a republic is. The main function on the Republic Day is held at Rajpath in New Delhi. There is a grand parade. The armed forces, police, folk dancers and school children take part in it. Children who have won awards for bravery are also a part of the parade. They ride on elephants. Tableaus from many states make the parade lively. എന്താ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാല്? എന്താ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾ എപ്പോഴാണ് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുക? ജനുവരി 26-ന്. ജനുവരി 26-നാണ് നമ്മൾ റിപ്പബ്ലിക് ആഘോഷിക്കുക. അത് പറയുകയാണെ 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആയി. എന്താ റിപ്പബ്ലിക് ആകുക എന്ന് പറഞ്ഞാൽ മക്കളെ? എന്താ റിപ്പബ്ലിക് ആകുക എന്ന് പറഞ്ഞാല്? നമ്മൾ പറഞ്ഞു 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം. അതുപോലെ 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആയി. എന്താ റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞാല്? എന്താ റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞാൽ ആരാ പറയാ? ഇന്ത്യ റിപ്പബ്ലിക് ആയി. എന്താ ആര് പറഞ്ഞു തരും? ആരാ പറയാ? സിദ്ധാന്ത് കൈ കാണിക്കുന്നത്. എന്താ സിദ്ധാന്ത്? അല്ല, അറിയോ? ആരാധ്യ അല്ല, ആരാധ്യ, ലാവണി, ആരാധ്യ പ്രജിത്ത്, ആവണി മഹേഷ്, സിദ്ധാന്ത്, ആദിത്യ, ജെവിൻ, നജ, ആരാ പറയാ? എന്താ റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞാല്? എന്താ റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞാല്? ഇന്ത്യ 1950 ജനുവരി 26-ന് റിപ്പബ്ലിക് ആയി. എങ്ങനെ? എന്താ അത്? യെസ്, എന്താ ജെവിനെ പറഞ്ഞോ? അൺമ്യൂട്ട് ചെയ്തേ മോനെ, അൺമ്യൂട്ട് ചെയ്തേ. ഇന്ത്യ രാജ്യം ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതാണ് എപ്പം? 1950 ജനുവരി 26. ജനുവരി 26-ന്. അതാരാ? ഭരണഘടന ശില്പിയുടെ പേരെന്താ? ആ ഭരണഘടന കൊണ്ടുവന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ പേരെന്താ? ആരാ ഭരണഘടന കൊണ്ടുവന്ന? റിലു പറയുന്നുണ്ട്, ചോദിക്കട്ടെ. റിലു ആരാ? റിലു നമ്മുടെ ജെവിൻ പറയാണേ. ജെവിൻ ഓൾറെഡി ടോൾഡ് മീ 1950. മഹാത്മാഗാന്ധിയാണോ ഭരണഘടന കൊണ്ടുവന്നത്? ആരാ പറയാ ഭരണഘടന കൊണ്ടുവന്ന ആളാരാ? യെസ്, ആരാധ്യ ഈസ് റേസിംഗ് ഹാൻഡ്. ഓക്കെ ആരാധ്യ, ഐ വിൽ കം. റിലു അൺമ്യൂട്ട്, സോറി മ്യൂട്ട് ചെയ്തേ റിലു. ആവണി, യെസ് ആവണി. ആവണി പറയുന്നുണ്ടോ? ആരാ ഭരണഘടന കൊണ്ടുവന്നത്? ഭരണഘടനയ്ക്ക് ഒരു ശില്പി ഉണ്ട്. അതാരാ? ഒരു കാര്യം ചെയ്യാം, അംബേദ്കർ.
അംബേദ്കർ അല്ലെ. ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പി. അപ്പൊ നമ്മൾ പറഞ്ഞു 2 നാഷണൽ ഫെസ്റ്റിവൽസ് പറഞ്ഞു. ഒന്ന് ഇൻഡിപെൻഡൻസ് ഡേയും രണ്ടാമത്തത് എന്താ റിപ്പബ്ലിക് ഡേ ആണ്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തെ നമ്മള് ഇൻഡിപെൻഡൻസ് ഡേ ആയും അതുപോലെ ഇന്ത്യക്ക് ഭരണഘടന നിലവിൽ വന്ന വർഷം അഥവാ ഭരണഘടന നിലവിൽ വന്ന തീയതി നമ്മള് എന്തായി ആഘോഷിക്കുന്നു? റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കുന്നു. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ ശില്പി അതാരാണ്? ഡോക്ടർ BR അംബേദ്കർ. മറക്കോ? ഇല്ല. യെസ്. Then the main function on the Republic Day is held at Rajpath in New Delhi. നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷൻ നടക്കുന്നത് എവിടെയാണ്? റെഡ് ഫോർട്ടിലാണ് അല്ലെ. ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന പരിപാടികൾ നടക്കുന്നത്. അതുപോലെ റിപ്പബ്ലിക് ഡേയുടെ പരിപാടി നടക്കുന്നത് ന്യൂഡൽഹിയിലെ രാജ്പത്തിലാണ്. There is a great grand parade. അപ്പം റിപ്പബ്ലിക് ഡേയുടെ അന്ന് എന്താവും? വലിയ ഒരു പരേഡ് നടക്കും അവിടെ. എവിടെ? ഡൽഹിയിലെ രാജ്പത്തില്. The armed forces, police, folk dancers and school children take part in it. ആരൊക്കെ പങ്കെടുക്കും? ആംഡ് ഫോഴ്സ്, പോലീസ്, ഫോക്ക് ഡാൻസേഴ്സ്, സ്കൂൾ ചിൽഡ്രൻ all take part in this parade. Children who have won awards for bravery are also a part of the parade. ഈ പരേഡിലാണ് കുട്ടികൾക്കൊക്കെ അവാർഡ്സ് കൊടുക്കുക. കുറെ കുട്ടികൾ ബ്രേവറിയിലൊക്കെ അവാർഡ് നേടാറില്ലേ? ആ കുട്ടികളൊക്കെ അന്നാണ് അവാർഡ് കൊടുത്തവരെ ആദരിക്കുന്നത്. They ride on elephants. എന്ത് ചെയ്യും? എലഫന്റിന്റെ മുകളിലൊക്കെ കയറി റൈഡ്. അതുപോലെ ടാബ്ലോ ഉണ്ടാവും. പല സ്റ്റേറ്റിലെ ടാബ്ലോ ഒക്കെ അവിടെ നടക്കാറുണ്ട്. അപ്പം നമ്മുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ നടക്കുന്നത് ഡൽഹിയിലെ രാജ്പത്തിലും ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ നടക്കുന്നത് ഡൽഹിയിലെ റെഡ് ഫോർട്ടിലുമാണ്. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഒന്നും കൂടെ എടുക്കാം. ഇതും കൂടെ നിർത്താട്ടോ നമുക്ക്. ഗാന്ധി ജയന്തി ഈസ് സെലിബ്രേറ്റഡ് ഓൺ October 2nd. It is the birthday of Mahatma Gandhi, the father of the nation. The main function is held at Rajghat in New Delhi. The president, the prime minister and others pay their respect at the Samadhi of Mahatma Gandhi. Prayer meetings of all religions are held all over the country. അടുത്തത് ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തി is the another national festival. Then Gandhi Jayanti is celebrated as the birthday of Gandhiji. ഗാന്ധിജിയുടെ ബർത്ത്ഡേ ആണ് എന്ത്? ഗാന്ധി ജയന്തിയായി നമ്മൾ ആഘോഷിക്കുന്നത്. ആരാ? Who is Gandhiji? Gandhiji is the father of nation. അല്ലേ? ഫാദർ ഓഫ് ദ നേഷൻ ആണ് ആര്? ഗാന്ധിജി. നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. The main function is held at Rajghat in New Delhi. ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിലാണ് എന്ത് നടക്കുന്നത്? ഗാന്ധി ജയന്തിയുടെ പരിപാടികൾ നടക്കുന്നത്. അതിന് ആരൊക്കെ പങ്കെടുക്കും? The president, prime minister and others pay the respect at the Samadhi of Mahatma Gandhi. പ്രസിഡന്റും അതുപോലെ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രിയൊക്കെ എന്ത് ചെയ്യും? ഗാന്ധിജിനെ അടക്കം ചെയ്ത ഗാന്ധിയുടെ സമാധിയിലെ ഗാന്ധിനെ മരിച്ചിട്ട് അടക്കിയ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കും. അവരുടെ ബഹുമാനം സല്യൂട്ട് ഒക്കെ കൊടുക്കും. Prayer meetings of all religions are held all over the country. അതുപോലെ എല്ലാവർക്കും എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരൊക്കെ prayer meetings ഒക്കെ നടത്താറുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്തൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു? ഒന്ന് പറഞ്ഞേ, ഇന്ന് എന്തൊക്കെ പഠിച്ചു ടോഷിനെ? റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി, ഇൻഡിപെൻഡൻസ് ഡേ. ഇതൊക്കെ എന്താ? ഫെസ്റ്റിവൽ. എന്ത് ഫെസ്റ്റിവൽ? നാഷണൽ ആണോ റിലീജിയസ് ആണോ? നാഷണൽ. അപ്പം all dear students, all of you listen me. I will repeat once more. നമ്മൾ പറഞ്ഞത് our festivals ആണ്. Festivals are two types. There are two types of festivals. Which are they? Which are the two types of festival? പറഞ്ഞേ. Religious festival and national festivals. പറഞ്ഞേ. Religious festivals and national festivals. Religious festivals belong to different religions. Religious festivals celebrate different religious people.
then വിഷു, പിന്നെ ക്രിസ്മസ്, മുഹറം, റംസാൻ. These are the religious festivals. അല്ലെ? National festival means the festival belongs to nation. അല്ലെ? എല്ലാ ജനങ്ങളും, നാഷണലിലെ മുഴുവൻ ആൾക്കാരും ആഘോഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അത് ജാതി മതം ഒന്നും നോക്കാതെ ഒരു രാജ്യത്തെ മുഴുവൻ ആൾക്കാരും ആഘോഷിക്കുന്നത് നമ്മൾ നാഷണൽ ഫെസ്റ്റിവൽ എന്ന് പറയാം. ഏതൊക്കെയാ നാഷണൽ ഫെസ്റ്റിവല്? പറഞ്ഞേ. ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ ആൻഡ് ഗാന്ധി ജയന്തി. Independence Day is celebrated on August 15th. India won freedom from Britishers. അല്ലെ? The main function of Independence Day is held at എവിടെയാ? റെഡ് ഫോർട്ട് ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടിലാണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷൻ നടക്കുക. ആരാ ഫ്ലാഗ് ഉയർത്തുക? ഇൻഡിപെൻഡൻസ് ഡേക്ക് റെഡ് ഫോർട്ടിൽ ആരാ ഫ്ലാഗ് ഉയർത്തുക? The national flag hoisted by Prime Minister. ആരാ ഉയർത്തുക? പ്രൈം മിനിസ്റ്റർ. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്ലാഗ് റെഡ് ഫോർട്ടിൽ ഉയർത്തുന്നത് ആരാ? നമുക്ക് പോയാൽ നമ്മളെ സമ്മതിക്കോ? ഇല്ല, പ്രൈം മിനിസ്റ്റർ ആണ്. പിന്നെ എന്നിട്ട് അദ്ദേഹം നമ്മളെ നാഷന് വേണ്ടി സംസാരിക്കും. രണ്ടാമത്തത് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ആണ്. റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ എല്ലാ വർഷത്തിലെല്ലാം ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് ഇന്ത്യ എന്തായത്? റിപ്പബ്ലിക് ആയത്. റിപ്പബ്ലിക്കിന്റെ ശില്പി, റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് BR അംബേദ്കർ ആണ്. പിന്നെ അന്ന് ആ പരിപാടികൾ, റിപ്പബ്ലിക് ഡേയുടെ പരിപാടികൾ നടക്കുന്നത് രാജ്പത്തിലാണ്, ന്യൂഡൽഹിയിലെ രാജ്പത്തില്. അന്ന് എന്താ പരിപാടി ഉണ്ടാവുക? ആംഡ് ഫോഴ്സും പോലീസും ഫോക്ക് ഡാൻസേഴ്സും സ്കൂൾ കുട്ടികളൊക്കെ അതിൽ പങ്കെടുക്കും. എന്നിട്ട് ബ്രേവറിക്കുള്ള കുട്ടികൾക്കൊക്കെ ഉള്ള അവാർഡ് കൊടുക്കുന്നത് ഏത് പരേഡിൽ വെച്ചാ? ഈ റിപ്പബ്ലിക് ഡേ പരേഡിൽ വെച്ചാണ്. അടുത്തത് ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തി is the another national festival. ഇത് ഗാന്ധി ജയന്തി എന്ന് പറയുന്നത് it is the birthday of Mahatma Gandhi. Mahatma Gandhi is the father of nation. Then the function of Gandhi Jayanti is held at Rajghat in New Delhi. ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിലാണ് എന്ത് നടക്കുന്നത്? ഗാന്ധി ജയന്തി സെലിബ്രേഷൻ. അത് ഗാന്ധിജീനെ അടക്കം ചെയ്ത സ്ഥലത്ത് പോയി പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ അവിടെ പോവും. എന്നിട്ട് അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യും. പിന്നെ ഒരു പ്രെയർ മീറ്റിംഗ്സ് ഒക്കെ എല്ലാ റിലീജിയനിൽ പെട്ട ആൾക്കാരും അവിടെ ഓരോ സ്ഥലത്ത് പ്രെയർ മീറ്റിംഗ്സ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇല്ലേ? ഗാന്ധി ജയന്തിക്ക് ഇല്ലേ? മനസ്സിലായിരുന്നു? തമ്പ് തന്നെ മിസ്സിന്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പ് തന്നെ. മനസ്സിലായെങ്കിൽ മാത്രം. യെസ്, ഓക്കെ, വെരി ഗുഡ്. Who will read the lesson loudly? ആര് വായിക്കും? ഉച്ചത്തിൽ ആരാ വായിക്കുക? Sana Manzoor is ready to read. Okay, Sana, please read. മിസ്സേ വായിക്കാനല്ല, മിസ്സേ തുടങ്ങുമ്പോ തന്നെ 2 പ്രാവശ്യം കട്ടായി പോയി, പിന്നെ കേറിയതാ. ഓക്കെ. പറഞ്ഞ കാര്യം രണ്ടാമത് റിപ്പീറ്റ് ചെയ്തപ്പോ കേട്ടില്ലേ? സന വായിച്ചു നോക്കിയേ, ടെക്സ്റ്റ് ഒന്ന് വായിച്ചേ. ഫെസ്റ്റിവൽ മുതൽ ഒന്ന് വായിച്ചേ സന. A festival is a time for fun. Fires, singing, dancing, and wearing new colorful clothes. Many festivals are celebrated in India. Festival can be national or religious. Birthdays of some great people. Some creative people are also celebrated
festivals. Some festivals are celebrated over the country. Others are celebrated in certain states only. State only. Okay, good, Sana. Next one. Edwin, please switch on your camera. Shahmavi also, switch on your camera. Naja Fatima, please read. Naja. Our festival, a festival is next a one, time. national festivals mudale. National festivals mudale. A national festival are celebrated in all the states. Republic Day, Independence Day, and Gandhi Jayanti are national festival. The Independence Day is celebrated on 15th August. India won independence on this day in 1947. The main function is held at the Red Fort in New Delhi. The national flag is hoisted by the Prime Minister. He gives a speech to the nation. The Republic. Okay, please stop there. Please stop, Naja. Next one, Jevin Jacob Joy. The Republic Day is celebrated on 26 January. India became a republic on this day in 1915. Find out from your teacher what a republic is the main function of the Republic Day is held at Rajpath in New Delhi. There is a എവിടെ എത്തി? ലാസ്റ്റ് കണ്ടില്ല. രാജ്ഘട്ട് ഇൻ ന്യൂഡൽഹി എത്തിയോ? അത് കഴിഞ്ഞിട്ട് ആദ്യത്തേത്. The president, the prime minister and the others pay their respects at the Samadhi of Mahatma Gandhi. മിസ് അറ്റൻഡൻസ് ഇടുമായിരുന്നു, മോനെ കണ്ടില്ല എവിടെ എത്തിയെന്ന്. ഓക്കെ ജെവിൻ. നെക്സ്റ്റ് സെൽന എലിസബത്ത്. സെൽന എലിസബത്ത്, യു ക്യാൻ റീഡ് നൗ. ഗാന്ധി ജയന്തി മുതൽ വായിച്ച മോളെ. സെൽന. Gandhi Jayanti is celebrated on 2nd October. It is the birthday of Mahatma Gandhi. In the father of the nation, the main functions is held at Rajghat in New Delhi. The president, the prime minister, and the others pay their respect at the Samadhi of Mahatma Gandhi. Prayer meetings of all religions held all over the country.
Okay, good. മുഹമ്മദ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. മുഹമ്മദ് 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 ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. കേൾക്കുന്നില്ലേ മോനെ? വായിച്ചോ ആദ്യം മുതലേ. Our festival. Our festival. A festival is time for fun, fire, Singing, singing, dancing, and wearing new colorful clothes. Many festivals are celebrated in India. Festivals can be national or religious. National or religions. Birthdays of religions. religion. Birthday is of some religious. Birthday of some great people. Of some great people are also celebrated as festivals. Some festivals are celebrated all over the country. Others are celebrated in certain states only. മുഹമ്മദിന്റെ പേര് ഷഹിൽ ശിഹാബ് ആണോ? മുഹമ്മദ് ഫവാസ്. ഓക്കെ, അവന്റെ പേര് അതിൽ മുഴുവൻ കാണാത്തോണ്ടാണ് കേട്ടോ. ഓക്കെ മുഹമ്മദേ. നെക്സ്റ്റ് വൺ സിദ്ധാന്ത്. സിദ്ധാന്ത്. National festivals are celebrated in also the states. Republic Day, Independence Day, and Gandhi Jayanti are national festivals. The Independence Day is celebrated on 15 August. India won independence on this day in 1947. The main function is held at the Red Fort in New Delhi. Okay, please stop there, Siddhante. Next one, Asiya Safa. You can read now, Asiya. Yes. Unmute. Asiya. National festivals are celebrated in all the states. Republic Day, Independence Day, and the Gandhi Jayanti are national festivals. The Independence Day. അവിടെയാണോ സിദ്ധാന്ത് വായിച്ചു നിർത്തിയത്?
സിദ്ധാന്ത് എവിടെയാ വായിച്ചു നിർത്തി? അതിന്റെ ബാക്കിയാണ് വായിക്കേണ്ടത്. നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയാണ്. The Republic Day is celebrated on അവിടെയാണോ 26 January. അവിടെയാണോ സിദ്ധാന്തം നിർത്തിയത്? അല്ലല്ലോ. നോ, സിദ്ധാന്തം അവിടെയല്ല നിർത്തിയത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. ആരാ കാണിച്ചു കൊടുക്ക? റിലു, എവിടെയാ ലാസ്റ്റ് നിർത്തിയെന്ന് പറഞ്ഞു കൊടുത്തേ ആസിയക്ക്. The national flag. നാഷണൽ ഫ്ലാഗ് കണ്ടോ ആസിയ? നാഷണൽ ഫ്ലാഗ് ഈസ് hoisted by the Prime Minister. She or he gives a special speech to the nation. അല്ലേ? മിസ് എന്തിനാ ഇടക്കിടക്ക് വായിപ്പിക്കുന്നറിയോ? ഒരാൾ വായിച്ചതിന്റെ ബാക്കി വായിപ്പിക്കുന്നത് എന്തിനാ? നിങ്ങള് വായിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ ആസിയ? Okay. Very good. So you are good children, I know that. Anyway, our time is going to over. We have below 1 minute only. Okay. Dear students, please read the lesson 3 times. 3 പ്രാവശ്യം വായിക്കുക. അത് കൂടാതെ ഇത്രയും പഠിപ്പിച്ചതിൽ നിന്ന് ഒരു 5 one word കണ്ടെത്തുക. 1 word answers. Please find the 5 one word questions and answers from this area. ഈ ഏരിയയിൽ നിന്ന് 5 more than 5 5ൽ കൂടുതൽ 5 അല്ലെങ്കിൽ 5ൽ കൂടുതൽ 1 word ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും കണ്ടെത്തുക. ഓക്കെ, ഇപ്പൊ ക്ലാസ് കട്ടാവും. ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ ബൈ. ഓക്കെ.